ബീഫ് ഒരു ഭക്ഷണമാണെന്ന് വീണ്ടും പറയുകയാണ് ഷിയാസ് കരീം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു മാം. അതില് പന്നി മാംസം പ്രത്യേകമായിട്ട് വിൽക്കുന്ന ഒരു കട. അവിടെ ചെന്നിട്ട് വളരെ ആസ്വദിച്ചൊക്കെ കഴിച്ചിട്ട് അവര് റീൽസ് എടുത്തിടുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ പന്നി മാംസം ഒരു ഭക്ഷണമാണ്, അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പാർട്ടിയെയാണ് ഞാൻ എതിർത്തത് എന്നതാണ് ഇപ്പോഴത്തെ ഷിയാസ് കരീമിന്റെ വാദം. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ നല്ല രുചികരമായ രീതിയിൽ പന്നി മാംസമൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഷിയാസ് കരീം പോവോ? അല്ല, ഷിയാസ് കരീമിനെ അവിടെ നിർത്തൂ. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്ര വലിയ സെക്യുലർ ആണെങ്കിൽ ആ ഉണ്ണിക്കൊണ്ണനെ കൊണ്ട് ബീഫ് കഴിപ്പിച്ച സമയത്ത്, കുഴിമന്തി കഴിപ്പിച്ച സമയത്ത് പന്നിമാംസം കൂടെ ഒന്ന് കഴിപ്പിക്കാമായിരുന്നില്ലേ? പ്രജിത, ഫോർ ദാറ്റ് മാറ്റർ, വെൻ നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് മനുഷ്യൻ എന്തും കഴിച്ചു പോകും. മനുഷ്യൻ്റെ തന്നെ മാംസം കഴിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോ ഷിപ്പ് ഇറക്കുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ നമ്മൾ ദൂരേക്ക് പോകുമ്പോൾ കഴിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ചൈനയിലെ ഇൻറ്റീരിയർ വില്ലേജുകളിൽ പോകുമ്പോൾ അവിടെ പാമ്പിൻ്റെ മാംസം വരെ, തേളിൻ്റെ മാംസം അങ്ങനെയൊക്കെ കഴിക്കുന്ന സ്ഥലമുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. ഞാൻ ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോൾ എന്നോടൊരു പെൺകുട്ടി പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവിടെ രഘുപുരത്ത് തന്നെ താമസിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി വന്ന്, എനിക്ക് ആൻറ്റി ഭയങ്കര ഇഷ്ടമായി, ആൻറ്റിക്ക് വോട്ട് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റി ജയിച്ചാൽ BJP ജയിച്ചാൽ ബീഫ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണു ആൻറ്റി. എനിക്ക് 2 ബീഫ് കട്ട്ലറ്റ് മേടിച്ചു. നമ്മൾ മോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ. അത് വൈകുന്നേരമായി കേട്ടോ. എന്താ ആൻറ്റി? ഞാൻ എൻ്റെ ഫ്രിഡ്ജ് തുറന്നു നോക്ക്, അവിടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും ഇടപെടാറില്ല. എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമാണ്, അവരത് കഴിക്കുന്നു. അവർ ലൂലൂയിൽ പോയി മേടിച്ചുകൊണ്ടിരുന്നു, വീട്ടിൽ നിൽക്കുന്ന സഹായിക്കുന്ന ചേച്ചി ഇത് വെച്ച് കൊടുക്കുന്നു. എന്തിനാ പോകുന്നത്? 2 കട്ട്ലറ്റ് ആക്കണം എന്തിനാ മോളെ? ഇഷ്ടമുള്ളത് കഴിക്കുക, എത്ര വേണമെങ്കിലും ഉണ്ടാക്കി തരാം. ഇപ്പോൾ വന്നാൽ ഫ്രിഡ്ജിലിരിക്കുന്നത് തരാം. നാളെ വരികയാണെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചേച്ചി ഉണ്ടാക്കും. ബീഫ് എന്തായാലും ഫ്രീസറിലിരിക്കും. മോളെ, ഈ ഗോമാതാവ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ പൂജിക്കുന്നൊരു ദേവതയെ പോലെയാണ്. നമുക്കിവിടെ കേരളത്തിൽ ആ ഒരു സംസ്കാരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഇവരിവിടെ കിടന്ന് ചാമ്പുന്നത്. കേരളത്തിൽ ധാരാളം പേര് ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ഗോമാതാവ് എന്നൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് പശുത്തൊഴുത്തെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഗോമാതാവ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. ആ ഒരു വ്യത്യാസം നമുക്കുണ്ട്. അതിനെ വെച്ച് പരിഹസിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാൻ സെക്യുലർ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നമുക്ക് അവകാശം തരുന്നു. ഇതുപോലുള്ള ആൾക്കാർ മോളിന് പ്രൊമോട്ട് ചെയ്ത് പ്രജിത. കാരണം അവനൊരു ക്വിക്ക് ഫെയിമിലേക്ക് നോക്കുകയാണ്. ഇത് ഏറ്റുപിടിക്കും. അവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയുള്ള ഒരു തരം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പോലത്തെ സംസാരങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പയ്യനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുന്നത്. ഇവനൊക്കെ എന്ത് മീഡിയ അല്ല, ഇദ്ദേഹമൊക്കെ എന്ത് മീഡിയ ഇൻഫ്ലുവൻസർ, എന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസാണ് ഇവർ സഹജീവികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും കൊടുക്കുന്നത്. മുഖത്തിനൊരു ചന്തമുണ്ട്, ഒരു ആനച്ചന്തം ഉണ്ടെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസം കാണിക്കാമെന്നോ. ബിഗ് ബോസിൻ്റെ ഇതിൽ ഒരു സ്ത്രീ വിഷയത്തിലൊക്കെ ഇടപെട്ട് അല്ലേ? അതിനുശേഷം അതുമായി ആ ഒരു ഫെയിമിലൊക്കെ വന്നതിന് ശേഷം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ആരും ഓർക്കാണ്ടിരിക്കാൻ വേണ്ടി കൂടെ ആകാം. അറ്റൻഷൻ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിരിക്കാം. തൻ്റെ പാസ്റ്റിലേക്ക് ആൾക്കാർ എത്തി നോക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. വിഷയമാക്കണമെന്ന് വിചാരിച്ച് കുറേ കുൽസിത ജന്മങ്ങൾ, കുൽസിത മനസ്സുകൾ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിർത്തുകയാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. കേരളത്തിൽ തന്നെ കുട്ടികളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. പാമ്പിനെ കഴിക്കുന്ന ഒരു വർഗം തന്നെ ചൈനയിലുണ്ട്. ഉടനെ പാമ്പിനെ ഇവിടെ തല്ലിക്കൊന്നു എന്നും പറഞ്ഞ് നമുക്ക് ആ കടിച്ച പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലണം എന്നുള്ളത് നമ്മുടെ കേരളീയൊരു ഒരു ടെൻഡൻസിയാണ് അല്ലേ? അതതിൻ്റെ പൊത്തിലേക്ക് പോയാലും നമ്മളവിടെ കുത്തി ഇളക്കി കൊണ്ടുവന്നതിനെ കൊല്ലും. ഉടനെ പാമ്പിനെ കൊന്നു, നിങ്ങളങ്ങനെ ചെയ്തു, ചൈനയിലെ മനുഷ്യരുടെ വികാരത്തെ നിങ്ങൾ വ്രണപ്പെടുത്തി അവരുടെ ഭക്ഷണമാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതിന് മുമ്പിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വാണിജ്യ മൈൻഡ്. സ്വന്തം എന്താണ് ഈ എന്താ പറയുന്നത്, അക്കൗണ്ട് അല്ല, സ്വന്തം അക്കൗണ്ട് പൊക്കിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടും, വരുമാനം ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത് മുസ്ലിംസും ഹിന്ദുസും തമ്മിൽ ഇല്ലാത്ത ഒരു വൈര്യം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്ത് അവർ തമ്മിൽ വൈര്യമുണ്ടാക്കാനുള്ളൊരു ശ്രമം, അതിനെ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കൂടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പ്രജിത,
നമ്മൾ ആരെങ്കിലും എനിക്കൊരു മുസ്ലിം ഫ്രണ്ട് ഉണ്ടെന്ന് പറയാറുണ്ടോ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മൻസൂർ എന്നല്ലേ പറയാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു ക്രിസ്ത്യൻ ഫ്രണ്ട് ഉണ്ട് മേരി എന്ന് പറയാറുണ്ടോ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മേരി എന്നല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ നോക്കാനും അറിഞ്ഞില്ല. സത്യത്തിൽ മാം ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് ആ, ഇത്തരത്തിലുള്ള വിഷവിത്തുക്കൾ പൊങ്ങി എക്സാക്ട്ലി. വരുമ്പോഴല്ലേ ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ദ നമ്മൾ സെക്കൻഡ് സൈഡ് ആരും അതാണെന്ന്. ഇപ്പൊ മാം ഉം, പറഞ്ഞ പോലെ നമ്മൾ ആരും ആരുടെയും ജാതിയോ മതമോ എടുത്തു പറഞ്ഞിട്ടല്ല സുഹൃത്തുണ്ട് എന്ന് പറയുന്നത്. ഉം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ സോഷ്യൽ ചിലരുടെയൊക്കെ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ അല്ല മോളെ, കറക്റ്റ് വേർഡ് ഈസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് കൊടുക്കുന്നത്. ഇവരെയൊക്കെ പോലീസ് കണ്ടുപിടിച്ച് ഇവരുടെ എല്ലാം എന്ത് തരത്തിലുള്ള എന്താണ് റീലുകൾക്കാണ് റീച്ച് കിട്ടിയത്, അത് ആരൊക്കെ കാണുന്നു, അവരെന്തെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ വരുന്ന ഇൻഫ്ലുവേഴ്സിനെ എല്ലാവർക്കും തന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കണം. നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കണം ബ്രിജിത. നമുക്ക് വേറൊരു രാജ്യമില്ല പോവാൻ. നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും പറയാൻ ഇഷ്ടമല്ല ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജീവിക്കണം. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ രണ്ട് വശമായിട്ട് ഇരുത്തിയിട്ട് ബീഫ് കഴിക്കുന്നവർ ഇങ്ങോട്ടിരിക്കൂ, എന്താണ് പന്നിയിറച്ചി കഴിക്കുന്നവർ ഇങ്ങോട്ടിരിക്കൂ, ബീഫ് കഴിക്കുന്നവരെ എവിടേക്കെങ്കിലും അയക്കാം, പന്നിയിറച്ചി കഴിക്കുന്നവരെ എവിടേക്കെങ്കിലും അയക്കാം. അങ്ങനെയൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മനസ്ഥിതിയല്ല നമുക്ക്. ഞാൻ എൻ്റെ നമ്മളുടെ തന്നെ ഒരു ടോക്കിൽ ഞാൻ പറയുകയുണ്ടായി. ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ ഒരു മുസ്ലിം വനിതയാണെന്ന് എനിക്ക് മനസ്സിലായത് വേ നമ്മളെപ്പോലെയൊക്കെ തന്നെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തലയിൽ ഹിജാബിൽ തലയിൽ കൂടെ എന്തെങ്കിലും ഷോളൊക്കെ സാധാരണ ഇടും. എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് ധാരാളം പേര് പറയാം, ഈ സ്ത്രീയുടെ അഡ്രസ്സ് ഞങ്ങൾക്കൊന്ന് മെസ്സഞ്ചറിൽ അയക്കൂ, നിങ്ങൾ പറയുന്നത് കള്ളമാണ്. മൈ ഗോഡ്, ഐ തോട്ട് ദാറ്റ്സ് ദ റിയൽ ലിമിറ്റ്. എന്തിനാ അവിടെ പോയിട്ട് അവരെ തലയിൽ തുണി ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പരസ്യ വിചാരണയ്ക്ക് വിധേയയാക്കാനോ? അവരുടെ അഡ്രസ്സ് ഞാൻ ഈ പറയുന്ന ആളുടെ മെസ്സഞ്ചറിൽ അയച്ചു കൊടുക്കാൻ പേടി തോന്നുന്നൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും അത് വായിച്ചാൽ പേടി തോന്നുന്നു, എനിക്കല്ല, അത് വായിക്കുന്ന ആൾക്കാർക്ക്. ആ മുസ്ലിം സ്ത്രീകൾ അറിയാണ്ട് ദുപ്പട്ട എടുത്ത് തലയിൽ കൂടെ, ആ സ്ത്രീ ദുപ്പട്ട പോലും ഇട്ടതിന് ബിക്കോസ് ഷി വാസ് അറ്റ് ഹോം. ഞങ്ങൾ പോയി നോക്ക് ചെയ്തപ്പോൾ വാതിൽ തുറന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു അരാജകാവസ്ഥയിലേക്ക് നമ്മളുടെ ഭാരതം പോവേണ്ട ആവശ്യമില്ല. അതിന് ഈ പറഞ്ഞ, എനിക്ക് പേര് പറയാൻ പോലും ദേഷ്യമാണ്, ഈ ഇടയ്ക്ക് അദ്ദേഹം കുറേ കയറി വരുന്നത് ഇതുപോലെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മനുഷ്യത്വമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങളിൽ കൂടെ എന്ത് തരം ഇൻഫ്ലുവൻസറാണ് ഇദ്ദേഹമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ റീലുകൾ നമ്മൾ കാണരുത്, ലൈക്ക് കൊടുക്കരുത്. അപ്പോൾ തന്നെ അതിൻ്റെ റീച്ച് കുറയും. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു, സ്ത്രീകളെ മോശമായി പെരുമാറിയതിന് പ്രശ്നങ്ങളുണ്ടായൊരു വ്യക്തിയാണ് എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എന്താണ് ഗോമാതാവിൻ്റെ പേരിലും അല്ലെങ്കിൽ പന്നിയുടെ പേരിലും ഒന്നും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ യാതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് എല്ലാവരെയും സ്നേഹിതരായി ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് മിസ്റ്റർ ഷിയാസ് കരീമിനെ പോലുള്ളവർ, ഷിയാസ് കരീം ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള മതസ്പർദ്ധ ഉണ്ടാക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിക്കും, മനുഷ്യമാംസം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന് അത് കഴിക്കും. ഇത് ചിലപ്പോൾ രുചിയോടെ നിർബന്ധിതമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ തിരിച്ച് ചിലരെങ്കിലും നമുക്ക് ചോദിച്ചു പോകുന്നത്, എന്തുകൊണ്ട് ഈ പന്നി മാംസത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല? അതായത് ഒരാൾക്ക് വർജിതമായ ഒരു കാര്യം, അത് മതപരമായിക്കോട്ടെ, എന്താ പറയുക, പേഴ്സണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകും. അലർജി വരുന്നതുകൊണ്ട് പല ഭക്ഷണ വസ്തുക്കളും കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നിർബന്ധിച്ച് തീറ്റിക്കാനായിട്ട് നടക്കുക എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള, അത് ശരിക്കും മനസ്സിൽ വിഷമുള്ളത് കൊണ്ടാണ്. മനസ്സിൽ വിഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടിങ്ങനെ ഉണ്ടായിരുന്നോ? ബീഫ് കഴിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ പന്നിയിറച്ചി കഴിക്കുന്നവരെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ വന്ന കാര്യങ്ങളല്ലേ. ബീഫ് കഴിക്കുന്നവർ തെറ്റാണ്, അപ്പം എന്നാൽ ബീഫ് ഇവരെ കഴിപ്പിച്ചേക്കാം. കേരള സ്റ്റോറി തന്നെ കണ്ടില്ലേ, നടന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ലഘുവായൊരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ബീഫും ഇതും പറയുന്നു, നമുക്കിതാക്കാം. നമ്മുടെ ഇവിടെ ധാരാളം മത്സ്യങ്ങളുള്ള സ്ഥലമാണ്. മത്സ്യം കഴിക്കാത്ത ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എൻ്റെ അമ്മ കഴിക്കില്ല, അമ്മയെ കഴിപ്പിക്കാൻ അച്ഛൻ്റെ, അതായത് അപ്പൂപ്പൻ്റെ അമ്മ ശ്രമിച്ചു, അമ്മ അത് വളരെ വോമിറ്റ് ചെയ്ത് കുഞ്ഞായിരിക്കും, പിന്നെ ആരും നിർബന്ധിച്ചില്ല. അച്ഛൻ കഴിക്കില്ല, ചേച്ചി കഴിക്കില്ല, അതവരുടെ ചോയ്സ്. ഞാൻ കഴിച്ചിരുന്നു, കാരണം ഞങ്ങൾക്ക് ചെമ്മീൻ കെട്ടുണ്ട്, ദിവസവും ചെമ്മീനും കരിമീനൊക്കെ വരും. ഒരു 10-16 കൊല്ലം മുമ്പ് എനിക്ക് തോന്നി, മകളൊക്കെ മരിച്ച ഒരു അവസ്ഥയിൽ എനിക്കത് കഴിക്കേണ്ടെന്ന് തോന്നി, ഞാൻ കഴിക്കുന്നില്ല. എന്നാലും
കരിമീനൊക്കെ വറക്കുന്ന മണം വരുമ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നു. എൻ്റെ ഹസ്ബൻഡിനെ കുട്ടി ആരും അറിയില്ല കഴിച്ചോളൂ. ഞാൻ ആരും അറിയിക്കാൻ വേണ്ടിയില്ല, എനിക്കൊരു ചോയ്സ്. അതുപോലെ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു എന്താണ് നിങ്ങൾ ഈ ചിക്കൻ ഒക്കെ കഴിക്കാത്തത് വളരെ എനിക്കൊരു വിഷമമായിട്ട് തോന്നുന്നു. നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുട്ടി വെജിറ്റേറിയൻ്റെ സ്ഥലത്തേക്ക് പോകും, ഞാനൊരു നോൺ വെജിറ്റേറിയൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒക്കെ പോകും. അപ്പോൾ നമ്മൾ ഐലൻഡിലെ ഒരു ഹോട്ടൽ കാസിനോ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ ഓർഡർ ചെയ്തു. എൻ്റെ പ്രജിത എനിക്കത് ഫോർക്ക് കൊണ്ട് പിടിക്കുമ്പോൾ അത് ചാടി അപ്പുറത്തെ എന്ന ടേബിളിൽ പോയി. പിന്നെ വായി വെച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു ഞവ പോലെയൊക്കെ തോന്നി. എൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടിക്ക് ഇത് പിടിക്കാൻ പോലും അറിഞ്ഞുകൂടാ, എനിക്ക് വളരെ എംബാരസിങ് ആയിരിക്കും ഇത് ചാടി അപ്പുറത്തെ ടേബിളിൽ പോണതും കുട്ടി ഞവ എന്നൊക്കെ വലിച്ച് കഴിക്കുന്നതും. അവിടെ തീർന്നു. അത്ര എനിക്ക് ചിക്കൻ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടമായില്ല, അത് കഴിക്കേണ്ട രീതി എനിക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുമോ, ചിക്കൻ കഴിക്കാത്തവരെ ബഹിഷ്കരിക്കണം, ഞങ്ങൾ ചിക്കൻ പ്രേമികളാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ എന്താ? അപ്പോൾ ചിക്കൻ ആർക്കും കഴിക്കാം അല്ലേ? നമ്മളെ ഉയർത്തുന്നത് ചിക്കൻ ആയതുകൊണ്ട്. അതായത് രാവിലെ കൊക്കരകോ കേട്ടാണ് ഞങ്ങളൊക്കെ നാട്ടിൽ പൂവൻ കോഴിയുടെ കൂവൽ കേട്ടാണ് ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇപ്പോൾ ആ കോഴിയോടുള്ളൊരു സ്നേഹം കൊണ്ടാണോ ഇനി ഇങ്ങനെ ഓരോരുത്തരും ഓരോ കൾട്ട് ഉണ്ടാക്കാമല്ലോ. ഞങ്ങൾ ചിക്കൻ വിരോധികൾ, അല്ലെങ്കിൽ ഞങ്ങൾ ചിക്കൻ പ്രേമികൾ, ഞങ്ങൾ ബീഫിൻ്റെ, കരിമീനിൻ്റെ, ഷ്രിമ്പിൻ്റെ ഓരോ കൾട്ടായിട്ടും ഉണ്ടാക്കാം. നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ന്യൂജൻ എന്ന് പറഞ്ഞ ജെൻസി, ഇപ്പോൾ ഈ പറഞ്ഞ ഇദ്ദേഹമൊക്കെ ജെൻസി വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. സ്വന്തം മൈലേജ് കൂട്ടാൻ ഒരു 1-1.5 ലക്ഷം രൂപ ഇതിൽ കൂടെ വരാനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ അക്കൗണ്ടിൽ കൂടെ പൈസ കിട്ടുമല്ലോ, അതിനു വേണ്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പാക്കി ഉണ്ടാക്കി ഇവിടുത്തെ സ്വൈര ജീവിതം തകർക്കല്ലേ പ്രിയപ്പെട്ട മോനെ എന്ന് മാത്രം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മോനോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു.